ഇന്ന് നമുക്ക് ഇപ്പോൾ വൈറലായി കൊണ്ടിരിക്കുന്ന ഒരു തുള്ളി എണ്ണ പോലും ചേർക്കാതെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റാണ്. അപ്പോൾ ഇത് കുറച്ച് കാര്യങ്ങൾ നമ്മളൊന്ന് സ്റ്റീം ചെയ്തെടുത്തിട്ടാണ് കേട്ടോ ഇത് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇഡ്ഡലി ചെമ്പിൽ വെള്ളം വെച്ചിട്ട് ഇഡ്ഡലി തട്ടിൽ കുറച്ച് എണ്ണ ഒന്ന് തടവി കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു തട്ടിൽ ഞാൻ ഒരു 5 അല്ലി വെളുത്തുള്ളി തൊലി കളഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ 2 വറ്റൽമുളക് കേട്ടോ, എരിവുള്ള വറ്റൽമുളകും 2 കാശ്മീരി മുളകും എടുത്തിട്ട് അത് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 വലിയ പീസ് എല്ലില്ലാത്ത ചിക്കൻ ഞാൻ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തും പാടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി 2 മുട്ട എടുത്തിട്ടുണ്ട്, അതും പാടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നമുക്ക് അടിച്ച് വെച്ചിട്ട് 10 to 15 മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം. അങ്ങനെ സ്റ്റീം ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് നോക്കട്ടായിട്ടുണ്ടോന്ന്. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കനൊക്കെ ഇവിടെ വെന്തിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് തീ ഓഫ് ചെയ്തിട്ട് നമുക്കൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി ഒരു മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. അപ്പോൾ തണുത്തതിന് ശേഷം അതിൽ നിന്ന് നമുക്ക് ആ മുട്ട എടുത്തിട്ട് ഈ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ ഒഴികെ ബാക്കിയുള്ളതൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് കട്ട തൈര് ചേർത്തി കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ തൈരിന് പകരം പാല് വേണമെങ്കിൽ ചേർത്താം. പിന്നെ അതുപോലെ തന്നെ ചീസ് ഉണ്ടെങ്കിൽ അതും ചേർത്തിട്ട് നല്ലവണ്ണം തന്നെ ഒന്ന് മിക്സിയിൽ ഇതൊന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരാം. അങ്ങനെ നമ്മൾ എണ്ണയൊന്നും ചേർക്കാത്ത നല്ല ഹെൽത്തി ആയിട്ടുള്ള മയോണൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നേരത്തെ വേവിച്ചെടുത്ത ചിക്കൻ ചെറുതായി കട്ട് ചെയ്തിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ചേർത്തി കൊടുക്കുക. അപ്പോൾ ഞാൻ കുറച്ച് സവാള ചെറുതായി കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട്. പിന്നെ ക്യാപ്സിക്കം ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ക്യാരറ്റും അതൊക്കെ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. കുറച്ച് ക്യാരറ്റ് ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില ചെറുതായി കട്ട് ചെയ്തും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നേരത്തെ നമ്മൾ അടിച്ചെടുത്ത മയോണൈസ് ഇതിലേക്ക് ചേർത്തിട്ട് നല്ലവണ്ണം തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മിക്സ് ചെയ്തെടുത്താൽ നമ്മൾ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി സ്ലൈസ് ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് എല്ലാ വശത്തേക്കും ഇതൊന്ന് ആക്കി കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് വേറൊരു ബ്രെഡ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ എല്ലാതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ബ്രെഡിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇനി ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിൽ ബട്ടറോ നെയ്യോ ചേർത്തതിന് ശേഷം അതിലേക്ക് ഈ ബ്രെഡ് നമുക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു വശമാവുന്ന സമയത്ത് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ 2 വശം ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്താൽ നമ്മളെ ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. അങ്ങനെ എണ്ണയൊന്നും ചേർക്കാതെ നല്ല ഹെൽത്തി ആയിട്ടുള്ള സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫില്ലിങ് നമുക്ക് ചപ്പാത്തിയിലോ കുബൂസിലൊക്കെ വെച്ചിട്ട് കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഐറ്റാണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഈ ഹെൽത്തി ആയിട്ടുള്ള സാൻഡ്വിച്ച് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം.